ഞങ്ങളുടെ മേഘാലയ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് വിശാഖപട്ടണത്ത് സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം ഇവിടെ അടുത്തുള്ള ബോറ കേവ്സ് സന്ദർശിക്കണമെന്നായിരുന്നു. ബോറ കേവ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾ ഈ യാത്രയിൽ ഉൾപ്പെടുത്താൻ കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഹൈവേ റൈഡിൽ നിന്ന് ഒരു ദിവസം ഒരു റിഫ്രഷ്മെൻറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങളിത് ഉൾപ്പെടുത്തിയത്. എന്നാലും ഏതാണ്ട് വൈകുന്നേരം ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ വിശാഖപട്ടണത്തിനടുത്തെത്തി. അപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം ഞങ്ങളെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു. കാര്യം വിശാഖപട്ടണത്ത് സ്റ്റേ ചെയ്തിട്ട് പിന്നെ രാവിലെ ഒരു 80ഓളം കിലോമീറ്റർ ബോറ കേവ്സിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ബോറ കേവ്സിനടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നേരത്തെ ബോറ കേവ്സിലോട്ട് പോയിട്ട് ഞങ്ങളുടെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്നുള്ളൊരു സജഷൻ കൂട്ടത്തിലൊരാൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും അതിനെതിരെ പറഞ്ഞില്ല, ഞങ്ങളും ആ പ്ലാനിനോടങ്ങ് യോജിച്ചു. ഞങ്ങൾ വന്ന ഹൈവേന്ന് ഒരു ഡീവിയേഷൻ കിട്ടി ബോറ കേവ്സിലേക്ക്. അവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്ര ഞങ്ങൾക്ക് മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ മാപ്പ് ഇട്ടിട്ട് ആ തന്ന ഡീവിയേഷനിലോട്ട് തിരിഞ്ഞു. ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ വേറൊരു ഹൈവേയിലൂടെ പോയതിനു ശേഷം പിന്നെ ഒരു വനപാതയിലേക്ക് കയറി. കയറുമ്പോൾ തന്നെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കാര്യപ്പെട്ട ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലെ ഒരുപാട് വനപാതകളിൽ കൂടെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും പരിചയമില്ലാത്ത ഈ ഒരു വനപാതയിലൂടെ യാത്ര ഞങ്ങൾക്കൊരു ചെറിയൊരു പേടി ഞങ്ങൾ തോന്നിച്ചു. ഞങ്ങളുടെ നാട്ടിലെ പൊന്മുടിയിലോട്ട് കയറിപ്പോകുന്ന ഒരു ഫീലായിരുന്നു ഈ വഴിയിലോട്ട് നമ്മൾ കയറാൻ നേരത്തുണ്ടായിരുന്നു. ഈ മുന്നേ കണ്ടിട്ടുള്ളത് മൊത്തം ഈ ബോറ കേവ്സിലെ വീഡിയോസും ആ കേവിൻ്റെ ഉള്ളിലെ വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ ഈ കേവ്സിലോട്ട് പോകുന്ന വഴി അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വഴി ഇങ്ങനെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു റിസോർട്ട് കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. ഇറങ്ങി നോക്കാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് ശേഷമാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പിന്നോട്ട് വന്നിട്ട് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ആ ബോർഡ് കണ്ട ഭാഗത്ത് നിന്ന് വിളിച്ച് നോക്കാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വണ്ടി കുറച്ച് പിന്നോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ ആ റിസോർട്ടിൽ ഞങ്ങൾ ഒരുപാട് വിളിച്ച് നോക്കി. ആ ബോർഡിൽ കൊടുത്ത നമ്പറിൽ ഞങ്ങൾ ഫോൺ ചെയ്ത് നോക്കി, ഒരു റെസ്പോൺസും ഉണ്ടായില്ല. ഞങ്ങൾ ഒത്തിരി നേരം നിന്ന് വിളിച്ചിട്ടും ആരും ഇറങ്ങി വന്നതുമില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. അതേ വനപാതയിൽ കൂടെ തന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.
അവിടെ നിന്നിറങ്ങി ഏതാണ്ട് 45 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു റിസോർട്ട് കണ്ടു. അവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഒരുപാട് ബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ടെൻറ്റ് സ്റ്റേയും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ബോർഡുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങൾ ആ ബോർഡിലുള്ള നമ്പറിൽ വിളിച്ചു. നമ്പറിൽ വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഒത്തിരി സൗണ്ട് ഉണ്ടാക്കി നോക്കി. പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ഒരുപാട് വിളിച്ചു നോക്കി ഉള്ളിലോട്ട്. പക്ഷേ അവിടെ നിന്ന് ആരും സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ആ റിസോർട്ടായിട്ട് ബന്ധപ്പെട്ട ആരും പുറത്തേക്ക് ഇറങ്ങി വന്നതുമില്ല. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ പോകാമെന്ന് ഉറച്ച് വീണ്ടും മുന്നോട്ട് പോയി. വീണ്ടും അതേ വനപാതയിലൂടെ യാത്ര ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഏതാണ്ടൊരു 20 മിനിറ്റോളം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വേറൊരു റിസോർട്ട് കണ്ടു. അതിൻ്റെ ബോർഡിൽ നമ്പറിൽ വിളിക്കുമ്പോൾ അയാൾ റെസ്പോണ്ട് ചെയ്തു. റൂം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നമുക്ക് റൂം കണ്ട് എങ്ങനെയാണ് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റൂം എടുക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വണ്ടി സൈഡാക്കി.